ഹലോ. അപ്പോൾ നമ്മളിത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുന്ന ദൃശ്യമാണ് കേട്ടോ അത്. അവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ്. നല്ല നമ്മൾ മുകളിലോട്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട്. അപ്പോൾ രാത്രിയായിരുന്നു പോണത്. അപ്പോൾ രാത്രി ആദ്യമായിട്ടാണ് തൊഴാൻ പോകുന്നത്. അപ്പോൾ അധികം തിരക്കില്ല. വൈകിട്ടാകുമ്പോൾ നമുക്ക് പകലത്തെ അത്ര തിരക്കൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ലൈനിൽ ക്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശീവേലി തൊഴാൻ പറ്റിയ സമയമെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ശീവേലി തൊഴുകയാണ് ആദ്യം ചെയ്തത്. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ശീവേലിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ കയറിയിട്ട് വേഗം ശീവേലി തൊഴുതു. ശീവേലിക്ക് ശേഷം അഴൽ വഴിപാടുണ്ട് ഭഗവതിയുടെ അടുത്ത്. അപ്പോൾ അഴൽ വഴിപാടിൻ്റെ പൂജയ്ക്ക് വേണ്ടി അവിടെ ക്യൂവിൽ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് പിന്നെ അതിന് ശേഷം ദീപാരാധനയായിരുന്നു. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൊടിമരത്തിന് താഴെ അവർ തൃപ്പുക നെയ്യ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് വാങ്ങിക്കാനായി ഞങ്ങൾ അവിടെ നിന്നു. നെയ്യ് ഒരു തുള്ളി വീതം എല്ലാവർക്കും കിട്ടി. അതിന് ശേഷം നോക്കുമ്പോൾ കൃഷ്ണനാട്ടം തുടങ്ങി. കൃഷ്ണനാട്ടം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നട അടക്കിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൃഷ്ണനാട്ടം കുറച്ചേ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് പ്രസാദം. നമ്മുടെ പ്രസാദം വാങ്ങിച്ച കൂട്ടി നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തു. ഇതെപ്പോഴും ഒരു ഓർമ്മയാണല്ലോ. നമുക്ക് എപ്പോഴെപ്പോഴും ഗുരുവായൂർ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് ഓർമ്മയ്ക്ക് വേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ അമ്പലത്തിൽ നിന്ന് ഭഗവാനെ കണ്ട സംതൃപ്തിയിൽ അങ്ങനെ തിരിച്ചു വരികയാണ് ഉണ്ടായത്. തിരിച്ച് നമ്മൾ നടക്കുകയാണ്. ഇതാണ് അമ്പലത്തിൽ വൈകിട്ടുള്ള നമ്മുടെ വഴിപാട് വിവരങ്ങളും ദർശനമൊക്കെ ഈ രീതിയിലാണ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് അങ്ങനെ അമ്പലത്തിൽ നിന്നും മടങ്ങി.